സംഘടനാ സംവിധാനം മികവാക്കിയ പ്രചരണതന്ത്രം. നമുക്കതിനെ പറയാം. ബി ജെ പിക്ക് നേരത്തെ നമ്മൾ CPM-ന്റെ കാര്യം പറഞ്ഞതുപോലെ കേഡർ സ്വഭാവമുള്ള സംഘടനാ സംവിധാനമുണ്ട്. ബി ജെ പിയുടെ സംഘടനയ്ക്കപ്പുറം RSS എന്നതിന് സമാന്തരമായ മറ്റൊരു സാഹചര്യവും സംവിധാനവും അവർക്കുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ അവർക്ക് അവിടെയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് പുറമെ അവർക്ക് RSS-ൻ്റെയും സംഘടനാ സംവിധാനവും മികച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ സംഘടനാ സംവിധാനം മികവാക്കി പ്രചരണ രംഗത്ത് മുന്നേറാനും അവർക്ക് കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. വേറൊന്ന് പുതുതലമുറ വോട്ടർമാരെ ലക്ഷ്യമാക്കിയുള്ള നീക്കമാണ്. അത് സുപ്രധാനമായ ഒരു നീക്കമാണ്. പുതുതലമുറ വോട്ടർമാർ തങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന തന്ത്രം. ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ പുതുതലമുറ വോട്ടർമാർ കൂടുതലുള്ള തിരുവനന്തപുരത്തിന് വേണ്ടി പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം വികസനം മാറുന്ന തിരുവനന്തപുരം. ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു നീക്കം. ആ നീക്കങ്ങൾ ഫലം കാണിയുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചു. ആ തന്ത്രങ്ങളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ ഒരുക്കിയത്. മാറ്റം കൊണ്ടുവരുമെന്ന ഒരു പ്രചരണം ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. ഇനി മാറും, തിരുവനന്തപുരം മാറുമെന്ന നീക്കം. അത് മാറ്റം കൊണ്ടുവരുമെന്ന പ്രചരണം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഗുണപ്പെട്ടു. കാരണം തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് നിരവധി വികസന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്നു. അതൊക്കെ വലിയ ഗുണം ചെയ്യും. വിഴിഞ്ഞം പോലെയുള്ള വികസന പദ്ധതികളുണ്ട്. അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ വലിയ പദ്ധതികൾ, വിശാലതയ്ക്കൊക്കെ വേണ്ടി വലിയ മാറ്റം ഞങ്ങൾ കൊണ്ടുവരും. ഇതാണ് വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തിയുള്ള വാഗ്ദാനങ്ങളാണ്. കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ BJP-യുടെ ഒരു സംവിധാനമായതുകൊണ്ടുകൂടി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് എന്നതാണ്. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ അത് അഭിനന്ദനം വന്നതോടുകൂടി ഇനി നഗരവികസനത്തിനൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകിയതോടുകൂടി ആ വാഗ്ദാനം ഒന്നുകൂടി ഒരു ഘട്ടം കൂടി കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിൽ കൂടിയായി ആ നീക്കം മാറുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ BJP-യുടെ വാഗ്ദാനങ്ങളിൽ ഈ കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തിയുള്ള നീക്കം പ്രധാനപ്പെട്ടതായിരുന്നു. മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരൻ വന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പുതു നേതൃത്വം അത് BJP-ക്ക് ഏറെ ഗുണപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP-യുടെ പതിവ് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തി നടത്തിയ ചില നീക്കങ്ങൾ, ചില പ്രൊഫഷണൽ മികവുകൾ, BJP-യുടെ പരമ്പരാഗതമായ ഐക്കണുകൾ, BJP-യുടെ പരമ്പരാഗതമായ അജണ്ടകൾക്കപ്പുറമുള്ള പുതിയ നേതൃത്വം, അങ്ങനെ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകളെ സമാഹരിക്കാൻ, വോട്ടർമാരെ സമാഹരിക്കാൻ, കൂടെ ചേർക്കാൻ കഴിയുന്ന ചില നീക്കങ്ങൾ, ഇതൊക്കെ ഫലം കണ്ടു എന്നതാണ് BJP-യുടെ പ്രചരണ തന്ത്രത്തിൽ സംഭവിച്ച സാഹചര്യം എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട നീക്കം. ഇതാണ് കേരളത്തിൻ്റെ പൊതുവായ വികസന വിഷയങ്ങളിൽ കോർപ്പറേഷനിലെ BJP വിജയത്തെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ UDF-ൻ്റെ വിജയവും അവരുടെ സാഹചര്യങ്ങളും പറഞ്ഞുപോയി. ഇതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് മധ്യകേരളത്തിലെ കോൺഗ്രസിൻ്റെ വിജയമാണ്. കാരണം മധ്യകേരളത്തിൽ നമുക്കറിയാം, മധ്യകേരളം പരമ്പരാഗതമായി UDF സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇടമാണ്. ഉമ്മൻചാണ്ടി, KM മാണി, മറ്റൊരു വശത്ത് PJ ജോസഫ്. PJ ജോസഫ് ഇടക്കാലക്കൊക്കെ ഇടതു മുന്നണിക്കൊപ്പമാണെങ്കിൽ രണ്ട് മുഖങ്ങൾ നമുക്ക് പ്രത്യേകം പരാമർശിക്കാം. ഉമ്മൻചാണ്ടിയും മറ്റൊന്ന് KM മാണിയും. ഈ രണ്ട് മുഖങ്ങൾ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇക്കാലത്തും. കേരളം മാറിയ തരംഗങ്ങൾ പലതുണ്ടാകുമ്പോഴും മധ്യകേരളത്തിൽ UDF-നെ ഒപ്പം നിർത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ആ വോട്ടർമാർ UDF-നെ കൈവിട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവർ UDF-നൊപ്പം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇടതു മുന്നണിക്കൊപ്പം ജോസ് കെ മാണി വിഭാഗം കൂടി വന്നതോടുകൂടി മാറിയ രാഷ്ട്രീയത്തിനൊപ്പം UDF-നെ ഏറെക്കുറെ പൂർണ്ണമായും കൈവിട്ടു. പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ക്രൈസ്തവ മേഖല, അവിടെ ക്രൈസ്തവ മേഖലയുണ്ട്, മറ്റ് ജാതിമത സമവാക്യങ്ങൾ നിർണായകമാണ്, NSS അടക്കമുള്ള സമുദായ സംഘടനകളുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും തങ്ങളുടെ വോട്ടർമാർക്ക് ഇടമില്ല, തങ്ങളെ അവർ കൈവിട്ടു എന്ന തോന്നലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. പക്ഷേ അവിടേക്കുള്ള തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും UDF-ഉം സാധ്യമാകുന്നത്. അതായത് കേരള കോൺഗ്രസ്സിലില്ലാത്ത കരുത്ത് കാട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസ് മധ്യകേരളത്തിൽ കരുത്തു കാട്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അതിന് ചില ഘടകങ്ങളും കണക്കുകളും നമുക്ക് മുന്നിൽ സമർത്ഥിക്കാനുണ്ട് എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തും അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. കേരള കോൺഗ്രസ് ഇല്ലാതെ വിജയിച്ചു വരുന്ന കോൺഗ്രസ് കരുത്ത് കാട്ടിയ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ആ കരുത്ത് കാട്ടൽ പലപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗമാകട്ടെ, PJ ജോസഫ് വിഭാഗമാകട്ടെ, അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ വിജയിച്ചു വരാൻ കഴിയുമെന്നതായിരുന്നു സാഹചര്യം. പക്ഷേ ഇത്തവണ ഞങ്ങൾ കേരള കോൺഗ്രസിനെ മാറ്റി നിർത്തി. UDF-ലാണെങ്കിൽ PJ ജോസഫ് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ ജോസഫ് വിഭാഗത്തിൻ്റെ കരുത്തിലല്ല ഇത്തവണ കേരള കോൺഗ്രസ് മധ്യകേരളത്തിൽ UDF വിജയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലാവട്ടെ, കോട്ടയത്താവട്ടെ, ഇടുക്കിയിലാവട്ടെ സമഗ്ര ആധിപത്യം ഏറെക്കുറെ പുലർത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അതാണ് കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസ് കരുത്ത് കാട്ടിയ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊന്ന് ക്രൈസ്തവ മേഖലയിലെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്ന സാഹചര്യമാണ്.
അതാണ് നേരത്തെ നമ്മൾ പരാമർശിച്ചു പോയത്. ക്രൈസ്തവ മേഖലകളിൽ എന്താണ് UDFിൻ്റെ സാന്നിധ്യം? വ്യക്തമാണ്. ക്രൈസ്തവ മേഖലയിൽ ഈ BJPയുടെ മൈനോറിറ്റി നയതന്ത്രമൊക്കെ തുടങ്ങുന്നതിനും വളരെ മുമ്പ് ക്രൈസ്തവ വോട്ടുകളാണ് നിർണായകം. പലപ്പോഴും ആ ക്രൈസ്തവ മേഖല UDFിനൊപ്പം നിൽക്കുന്ന പരമ്പരാഗത മനസ്സുമാണ്. ഇടക്കാലങ്ങളിൽ അത് കൈവിട്ടതാണ്. പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ അത് പ്രകടവുമാണ്. പക്ഷേ എന്താ ഇത്തവണ സംഭവിച്ചത്? അതൊപ്പം നിർത്താൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നോക്കിയാൽ മതി. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ആവട്ടെ, ആ ഒരു സമഗ്ര ആധിപത്യം പൊതുരാഷ്ട്രീയത്തിനൊപ്പം അത് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ വോട്ടർമാരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ പരമ്പരാഗത ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്താൻ ഇത്തവണ കഴിഞ്ഞു. അവിടെ BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തെ മറികടക്കുന്നുള്ള ഒരു നീക്കം കഴിഞ്ഞു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വെല്ലുവിളിയെ അതിജീവിച്ചു കൂടിയാണ് ഈ നേട്ടമെന്ന പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഈ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എം എന്നത് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. PJ ജോസഫിൻ്റെ പാർട്ടിക്കും സ്വാധീനമുണ്ടെങ്കിൽ കൂടിയും കേരള കോൺഗ്രസ് എം പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അടക്കം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സംവിധാനമാണ്. കേരള കോൺഗ്രസ് പാരമ്പര്യം അവകാശപ്പെടുന്ന KM മാണിയുടെ പിന്മുറക്കാർ എന്നത് ഒക്കെ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ പലപ്പോഴുമുള്ള അവിടുത്തെ രാഷ്ട്രീയ നേട്ടങ്ങളിലും നീക്കങ്ങളിലുമെല്ലാം കേരള കോൺഗ്രസ് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ ഇത്തവണ അവർക്ക് ഈ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന സാഹചര്യമുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ആ നേട്ടം നൽകുന്നതാണ്. മറ്റൊന്ന്, മതസാമുദായിക നേതൃത്വങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം സംഭവിച്ചു എന്നതാണ്. കാരണം പ്രബലമായ സമുദായ വിഭാഗങ്ങളൊന്നും UDFിന് പരസ്യ പിന്തുണ അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതൊന്നുമില്ലാതെ മത നേതൃത്വങ്ങളും NSS UDFിനെതിരായിരുന്നു, കോൺഗ്രസിനെതിരായിരുന്നു, അല്ലെ ക്രൈസ്തവ സഭകളൊന്നും UDFിന് അനുകൂലമായ നിലപാടുകളൊന്നും എടുത്തിട്ടുമില്ല. എന്നിട്ടുകൂടി ഈ മുന്നേറ്റം സാധ്യമായി എന്ന് പറയുമ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെ മാറുന്ന മനസ്സ് തങ്ങൾക്കൊപ്പമാണ്, പൊതുരാഷ്ട്രീയം തങ്ങൾക്കൊപ്പമെന്ന് അവർക്ക് അവകാശപ്പെടാം. മറ്റൊരു ഘടകം ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ശേഷമുള്ള ഒരു തിരിച്ചുവരവ് എന്ന പ്രത്യേകതയാണ്. നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചു, ഉമ്മൻചാണ്ടി, KM മാണി രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ UDFിൻ്റെ കരുത്തരായി നിന്ന് മധ്യകേരളത്തെ നിയന്ത്രിച്ചിരുന്നവരാണ്. അവർ രണ്ടുപേരും അവരുടെ മരണശേഷം അവിടെ ഒരു നേതൃത്വമില്ല എന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്കാണ് ഇത്തവണ ഒരു UDFിൻ്റെ കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. അത് പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും അടക്കം പ്രകടമാണ് എന്നതാണ് വളരെ വ്യക്തമായി തന്നെ പ്രകടമാണ്. മലയോര കർഷകരും കർഷക ജനതയും ഏറെയുള്ള ആ മേഖലകളിലത് അങ്ങേയറ്റം പ്രകടമായിട്ടുണ്ട് എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. മറ്റൊന്ന്, ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സാധ്യമായ ഒരു വിജയമെന്നതാണ്. ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ശേഷമുള്ള ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരാമർശിക്കേണ്ട കാര്യവും അതുതന്നെയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മധ്യകേരളത്തിൽ ഒരു മുന്നേറ്റം, അതായത് അതിൽ ഗ്രാമ വ്യത്യാസമില്ല, ഗ്രാമനഗര മേഖലകളിൽ ഒരുപോലെ മുന്നേറാൻ കഴിഞ്ഞു എന്നത് ആണ് ആ ഒരു പ്രധാനപ്പെട്ട നീക്കത്തിൻ്റെ കാരണമായി തന്നെ മാറുന്നത് എന്ന പ്രത്യേകതയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. BJPയുടെ ക്രൈസ്തവ നയതന്ത്രം തകർത്ത മുന്നേറ്റം എന്ന ഒരു കാരണം കൂടി നമുക്ക് വിലയിരുത്താം. കാരണം ഈ BJPക്ക് കോട്ടയത്തിൻ്റെ കണക്ക്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള കണക്കെടുക്കുമ്പോൾ അവർക്ക് ഇല്ലാത്ത ചില മേഖലകളിൽ ഇത്തവണ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിൽ, ചില മലയോര പഞ്ചായത്തുകളിലൊക്കെ BJP കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ BJP ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി വലിയ തന്ത്രമുണ്ടായിരുന്നു. അതിനെയും മറന്നു കിടന്നുകൊണ്ടാണ് ഇത്തവണത്തെ UDFിൻ്റെ മുന്നേറ്റം ഈ മധ്യകേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സാധ്യത തള്ളിക്കളയില്ല. ആ വിജയത്തിന് കൂടുതൽ പകിട്ടേറ്റുന്നു എന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് മധ്യകേരളത്തിലെ മാറുന്ന രാഷ്ട്രീയം? ആ മാറുന്ന രാഷ്ട്രീയത്തിൽ UDFിൻ്റെ പങ്ക് എത്രമാത്രമുണ്ട്? ആ പങ്കിൽ UDFിൻ്റെ അവകാശവാദങ്ങൾക്കൊപ്പം ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. UDFിൻ്റെ ഭാവി എന്താണ് മധ്യകേരളത്തിൽ എന്നത്. ശ്രീജിത്ത് എനിക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം മധ്യകേരളമാണെന്ന് തർക്കമില്ല. കാരണം രണ്ട് ഘടകങ്ങളുണ്ട്. കാരണം തെക്കൻ കേരളം പൊതുവിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സ്ഥലമാണ്, അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മധ്യകേരളം ഇത്തവണ പൂർണ്ണമായും UDFിനൊപ്പം നിന്നു എന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അത് വളരെ പ്രകടമാണ് താനും. അപ്പോൾ മധ്യകേരളത്തിൻ്റെ മാറുന്ന രാഷ്ട്രീയം ഭാവി UDFിന് വളരെ പ്രതീക്ഷ നൽകുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറം എന്നതാണ് സാഹചര്യം. ഈ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഈ UDFിൻ്റെ പഴയ ആ പ്രഭാവം എത്ര കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ശ്രീജിത്ത്?